അടുത്തതുള്ളത് എയർലെസ് പെയിൻറ്റ് സ്പ്രേയർ ആണ്. എയർലെസ് പെയിൻറ്റ് സ്പ്രേ എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ പെയിൻറ്റേഴ്സ് എല്ലാം കൂടുതൽ ഈ ഒരു ടെക്നിക്കിലേക്ക് മാറുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സാധാരണയുള്ള കംപ്രസറിൽ സ്പ്രേ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ അവർക്ക് ആപ്റ്റാണ്. അവരുടെ പ്രോജക്റ്റ് കോസ്റ്റ് കുറച്ചും കൂടെ കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മുടെ എയർലെസ് പെയിൻറ്റ് സ്പ്രേയർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോജക്റ്റ് കോസ്റ്റ് കുറയുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫിനിഷിങ്ങിൽ പക്കയായിരിക്കും. അപ്പോൾ ഇത് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ സീരീസിൽ ഗ്ലോബൽ പവർ രീതിയിൽ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടുള്ളത് ഡയഫ്രം ടൈപ്പിലുള്ള എയർലെസ് പെയിൻറ്റ് സ്പ്രേയറാണ്. ഈ ഡയഫ്രം ടൈപ്പിലുള്ള എയർലെസ് പെയിൻറ്റ് സ്പ്രേയർ നമ്മൾക്ക് ആർക്കാണ് സജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ, സാധാരണ ഒരു പെയിൻറ്റേഴ്സ് അവർ ഒരു അപ്ഡേഷൻ ആഗ്രഹിച്ച് ഒരു എയർലെസ് പെയിൻറ്റ് രീതിയിലേക്ക് വരികയാണെങ്കിലാണ് ഈ ഡയഫ്രം ടൈപ്പ് കംപ്രസർ കൊടുക്കുന്നത്. നമ്മൾ ഗ്ലോബൽ പവറിനകത്ത് തന്നെ പ്രൈസ് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇതിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബേസിക് മോഡലിൽ നമുക്കിത് അവൈലബിൾ ആണ്. അത് കുറച്ചുകൂടി ഒരു പ്രോജക്റ്റ് ഹെവി ഡ്യൂട്ടി വർക്കുകളൊക്കെ ചെയ്യുന്ന കസ്റ്റമേഴ്സാണ് നമ്മൾക്ക് വരുന്നതെങ്കിൽ നമുക്ക് കൂടുതലും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ പിസ്റ്റൺ ടൈപ്പ്. പ്ലഞ്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ മെക്കാനിക്കൽ പാർട്സ് പ്രവർത്തിക്കുന്നത്. അപ്പം ഇത് മെക്കാനിക്കലി ഇത് പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സാധാരണയുള്ള എയർ കംപ്രസറെല്ലാം എയറിൻ്റെ സഹായത്തോടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെക്കാനിക്കലി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിരിക്കും. ഒരു പ്രോജക്റ്റ് കോസ്റ്റ് നമുക്കൊരു സ്പീഡായിരിക്കും. ഇതൊരു മീഡിയം റേഞ്ചിലേക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഡയഫ്രം കംപ്രസർ പറയുമ്പോൾ ഒരു ബേസിക് അല്ലെങ്കിൽ മിഡ് റേഞ്ചിലേക്കായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പവറിലേക്കുള്ള വർക്കിലേക്ക് ചെയ്യാൻ പറ്റും. ഇത് ഗ്ലോബൽ പവറിൻ്റെ മോഡലിന് പറയുകയാണെങ്കിൽ ഇത് ബ്രഷ്ലെസ് മോട്ടറുണ്ട്, ബ്രഷ് മോട്ടറുണ്ട്. നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ കസ്റ്റമറിന് എൻക്വയറി ഉള്ള മോഡലാണ് ബ്രഷ്ലെസ് ആയിട്ടുള്ള മോട്ടറിൽ ഉപയോഗിക്കുന്നത്. ബ്രഷ്ലെസ് മോട്ടർ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഡ്യൂറബിലിറ്റി കസ്റ്റമറിന് കിട്ടും മറ്റുള്ള പ്രോജക്റ്റിനെക്കാളും. കുറച്ചുകൂടി ഒരു മിഡ് റേഞ്ചുള്ള കസ്റ്റമറെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബ്രഷ്ലെസ് ആയിട്ടുള്ള മോഡലുകളാണ് നമുക്ക് സജസ്റ്റ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഒരു ഹെവി ഡ്യൂട്ടി വർക്കിനെല്ലാം നമുക്ക് ആപ്റ്റാണ്. അടുത്തതായി ഇത് തന്നെ നമ്മുടെ കുറച്ചുകൂടെ ആപ്റ്റായിട്ടുള്ള വർക്കുകൾക്ക് വേണ്ടി എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മോഡലാണ് നമുക്ക് അവൈലബിൾ ഉള്ളത്. എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പുട്ടി പോലുള്ള തിക്നെസ് ഉള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഇങ്ങനെയുള്ള മെഷീൻസിലാണ് ഉപയോഗിക്കുന്നത്. ഇത് ഈ ഗ്ലോബൽ പവറിൻ്റെ തന്നെ ഒരു മോഡലാണ്. ഇത് തൂത്തുക്കുടി എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇതേപോലെ ഡബിൾ ഗണ്ണിലും സിംഗിൾ ഗണ്ണിലും പ്രവർത്തിക്കുന്ന മെഷീൻസ് അവൈലബിൾ ആണ്. സാധാരണയുള്ള എയർലെസ് പെയിൻറ്റുകൾ ഇലക്ട്രിക്കൽ പ്രവർത്തിക്കുമ്പോൾ അതിന് പരിമിതികളുണ്ട്. അപ്പോൾ എഞ്ചിനിൽ നമ്മൾ പ്രവർത്തനം കൊടുക്കുമ്പോൾ എഞ്ചിനിൽ കുറച്ചുകൂടെ പവർ കൂടുതലാണ്. നമുക്ക് ആപ്റ്റായിട്ടുള്ള എത്രത്തോളം പവറുള്ള എഞ്ചിൻ കൊടുക്കാമോ അത്രത്തോളം പുട്ടി ആപ്ലിക്കേഷന് അതുള്ള ഡബിൾ ഗണ്ണിൽ ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി ഈ എഞ്ചിൻ ടൈപ്പ് എയർലെസ് പെയിൻറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇത് തന്നെ നമുക്ക് മറ്റൊരു സീരീസാണ് കംപ്രസറിൻ്റെ സഹായത്തോടെ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എയർലെസ്സിൽ എയർ ഇല്ലാതാണ് പ്രവർത്തിക്കുന്നതെന്ന്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ചുകൂടി കൊമേഴ്ഷ്യലായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. സിമെൻറ്റ് പോലുള്ള സ്റ്റോൺ ടൈപ്പായിട്ടുള്ള പെയിൻറ്റുകളാണ് ഉപയോഗിക്കുന്നത്. പെയിൻറ്റ് ഒഴികെ സ്റ്റോൺ ടൈപ്പായിട്ടുള്ള മെറ്റീരിയലാണ് ഇത് സ്പ്രേ ചെയ്യുന്നത്. കെമിക്കൽ കണ്ടൻറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ സ്പ്രേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു കംപ്രസറിൻ്റെ സഹായത്തോടെ ഒരു ബൾക്ക് ഏരിയയിലേക്ക് നമുക്ക് വലിയ പ്രോജക്റ്റുകൾ പെയിൻറ്റ് അല്ലാതെയുള്ള മെറ്റീരിയൽ ടെസ്റ്റർ, പുട്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കെമിക്കൽ ആപ്ലിക്കേഷൻസ്, സിമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പ്രേ ചെയ്യാൻ സാധാരണ പെയിൻറ്റ് സ്പ്രേയറല്ല ഉപയോഗിക്കുന്നത്. ഇതേപോലെ സ്ക്രൂ ടൈപ്പായിട്ടുള്ള പമ്പുകളാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് തന്നെ നമുക്ക് 20 വർഷത്തോളം നമുക്ക് സേവന പാരമ്പര്യമുള്ളൊരു മിഷനാണ് ഹൈഡ്രോളിക് മിഷൻ. ഈ ഒരു മിഷൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇത് ഹോസ് ക്രിമ്പ് ചെയ്യാനും അതേപോലെ അതിൻ്റെ കണക്ടറുകളെ കംപ്രസ് ചെയ്ത് ഉപയോഗിക്കാനുമാണ്. ഇത് നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഹോസ് ഉപയോഗിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഈ മിഷൻ ആവശ്യകതയുണ്ട്. ഹൈഡ്രോളിക് ഹോസ് എന്ന് പറയുകയാണെങ്കിൽ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മെഷീനും ഒരു പാർട്സ് ഉണ്ട് അതിൻ്റെ ഹോസ്. ആ ഹോസ് ഡാമേജ് ആകുമ്പോൾ ക്രിമ്പ് ചെയ്യാൻ ഇത് JCB, ക്രഷർ പോലെയുള്ള അതിൻ്റെ ഹോസുകളും ക്രിമ്പ് ചെയ്യാനാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് R1 ഹോസ്, R2 ഹോസ്, 4SP, 4HP അങ്ങനെയുള്ള ഹോസുകൾ ക്രിമ്പ് ചെയ്യാൻ പറ്റും. ഗ്ലോബൽ പവറിൻ്റെ കയ്യിൽ 4 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വരെയുള്ള മെഷീൻസ് അതിനകത്ത് അവൈലബിൾ ആണ്. ഇത് സിംഗിൾ ഫേസിലും 3 ഫേസിലും മെഷീൻസ് അവൈലബിൾ ആണ്. അടുത്തതായി നമുക്ക് ഹൈഡ്രോളിക് രീതിയിൽ നമുക്ക് മറ്റുള്ള മെഷീൻസ് ടൂൾസുകൾ അവൈലബിൾ ആണ്. ഹൈഡ്രോളിക് സിലിണ്ടർ, ട്യൂബ് റോളിംഗ്, ട്യൂബ് ബെൻഡിങ്, പ്രഷർ ടെസ്റ്റിംഗ് പമ്പുകൾ. ഇത് നമുക്ക് എല്ലാ പ്ലംബേഴ്സിനും ഈ ഒരു മെഷീൻസ് ഉപയോഗമായിരിക്കും ഈ സ്ക്രീനിൽ കാണുന്നത്. ഈ മെഷീൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് സാധാരണയായി
പ്ലംബേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നൊരു മെഷീനാണ്. പ്ലംബേഴ്സ് അവരുടെ പ്രഷറുകൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ്. നമ്മുടെ ഗ്ലോബൽ പവർ തന്നെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തതും കൂടുതൽ സെയിൽസും ഉള്ളതാണ്. നമുക്ക് കൂടുതൽ എൻക്വയറി വരാൻ സാധ്യതയുള്ള മെഷീൻസാണിത്. ഇത് നമ്മുടെ ഗ്ലോബൽ പവറിൻ്റെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ചെയ്തൊരു മെഷീനാണ് ഷോപ്പ് പ്രസ് സിലിണ്ടർ. എല്ലാ സർവീസ് സ്റ്റേഷനിലും ആവശ്യമുള്ളൊരു മെഷീനാണ് ഈ ഷോപ്പ് പ്രസ് സിലിണ്ടർ. ഷോപ്പ് പ്രസ് സിലിണ്ടർ എന്ന് പറയുകയാണെങ്കിൽ മെക്കാനിക്കലി ടൈറ്റായ പാർട്സുകൾ അത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് മാനുവലി ചിലപ്പോൾ അത് പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ഷോപ്പ് പ്രസ് സിലിണ്ടർ ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് ലിഫ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, ബോട്ടിൽ ജാക്ക്, ഹൈഡ്രോളിക് മാനുവൽ സ്റ്റാക്കർ, പല്ലക്ട്രിക് അങ്ങനെയുള്ള ഒട്ടനവധി മെഷീൻസ്, ടൂൾസുകൾ നമുക്ക് ഇനിയും അവൈലബിൾ ആണ്.